പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം എങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും, എങ്ങനെ വചനം പഠിക്കണം, എങ്ങനെ വചനം പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നതെന്തോ അത് നമ്മൾ പറയണം. വിശ്വസിക്കുക, പറയുക. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മൾ പ്രഖ്യാപിക്കണം. നമുക്കറിയാം, ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 33 പേരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന ഒരു വചനഭാഗമാണ്. അബ്രാഹം മുതൽ ഇങ്ങനെ വന്ന് പഴയ നിയമ ആളുകളുടെ എല്ലാം വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു വചനഭാഗമാണ് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം. വിശ്വാസ സ്ഥിരതയില്ലാതെ നമ്മൾ പലപ്പോഴും ചഞ്ചലചിത്തരായിട്ട് പോകാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഹെബ്രായ ലേഖനം 11-ാം അധ്യായമൊക്കെ എടുത്ത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചഞ്ചലചിത്തനും എല്ലാ കാര്യങ്ങളിലും സംശയമനസ്കനുമായ ഒരുവന് കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചലചിത്തനുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത്. നമുക്ക് വിശ്വസിക്കാം, ചഞ്ചലചിത്തനും എല്ലാ കാര്യങ്ങളിലും സംശയമനസ്കനും. അനേകർ വചനം പറയുന്നുണ്ട്, വചനത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. ഞാൻ എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ എത്ര നാളായി വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വചനം എഴുതി പ്രാർത്ഥിക്കുന്നു, ചൊല്ലി പ്രാർത്ഥിക്കുന്നു, വചനം എഴുതി വെച്ചുകൊണ്ട് നടക്കുന്നു, എന്നിട്ടും എനിക്ക് ഒന്നും കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ വിശ്വാസം സ്ഥിരതയോടെ വർദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ ജീവിത സഹനങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാനും നിത്യജീവൻ അവകാശികളാക്കാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എന്തോ അത് നമ്മൾ പ്രഖ്യാപിക്കണം. നമുക്കെല്ലാവർക്കും അറിയാലോ, ബെത്സൈദാ കുളം 38 വർഷക്കാലമായി ബെത്സൈദാ കുളത്തിൻ്റെ കരയിൽ ഒരുവൻ അങ്ങനെ കിടപ്പിനോട് പൊരുത്തപ്പെട്ട് 38 വർഷം കിടന്ന ഒരു പലക. എന്തായിരിക്കുമല്ലേ അതിൻ്റെ അവസ്ഥ? പാവം, ഒന്നും തനിച്ച് ചെയ്യാൻ പറ്റില്ലാത്ത ആ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണ്? ബെത്സൈദാ കുളം എല്ലാ ദിവസവും ഇളകുമ്പോൾ ആരെങ്കിലും എന്നെ അങ്ങോട്ടേക്ക് ഇറക്കിയാൽ എനിക്ക് സൗഖ്യം കിട്ടും. അതവൻ്റെ വലിയൊരു വിശ്വാസമായിരുന്നു. ഈശോ ഒരു ദിവസം ആ വഴി കടന്നുപോയി. ഈശോ അവനെ കണ്ടു, ഈശോ അവനെ നോക്കി, ഈശോ അവനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. 38 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയും ജീവിത സഹനങ്ങളും സംശയങ്ങളും വേദനകളും വിശപ്പും ഒക്കെ ഈശോയ്ക്കെല്ലാം അറിയാം. ഈശോ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഈശോ അവനോട് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ ആഗ്രഹമുണ്ടെന്ന് ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, വെള്ളമിളകുമ്പോൾ എന്നെ അങ്ങോട്ടേക്ക് ഇറക്കാനായിട്ട് ആരുമേയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തൻ്റെ അധരത്തിൽ നിന്ന് ഒരു വചനം പുറപ്പെട്ടു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോവുക. കിടപ്പിനോട് പൊരുത്തപ്പെട്ടവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ 2 കാലിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഉറപ്പിച്ച് നിൽക്കുക മാത്രമല്ല, അവൻ്റെ കിടക്ക ചുമക്കാൻ മാത്രം അവൻ്റെ കാൽക്കരങ്ങൾ ചലനമുള്ളതായി തീർന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ വാക്കിന് ഏത് വ്യക്തിയെയും ഏത് സാഹചര്യത്തെയും ചലിപ്പിക്കാൻ സാധിക്കും. ജീവനില്ലാത്തവയ്ക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കും. ഏത് അസ്ഥികൾക്കും നാഡീ ഞരമ്പുകൾക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്. അത് നമ്മുടെ കണ്ണുനീർ കഥകളോ നമ്മുടെ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥകളോ അല്ല. ദൈവത്തിൻ്റെ സ്വരം എല്ലാറ്റിനും പരിചിതമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബെത്സൈദാ കുളം, എല്ലാ ദിവസവും ദൈവദൂതന്മാർ വന്നിളക്കുന്ന ഒരു കുളം. അതേ, നമുക്കറിയാം, നമ്മുടെ ദൈവവചനം, ജീവൻ്റെ വചനം ഇളകിക്കിടക്കുന്ന ഒരു ബെത്സൈദാ കുളം. എന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കാൻ ആരുമില്ല. എല്ലാ ദിവസവും എനിക്കറിയാം, ഇത് ദൈവത്തിൻ്റെ വചനം ചലനമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ആർക്കും ജീവൻ കൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഒരൗഷധക്കുപ്പിയാണ്. ഏത് വ്യക്തി ഈ കുളത്തിലേക്ക് ഇറങ്ങിയാലും, ഏത് വ്യക്തി ഈ ഔഷധക്കൂട്ടെടുത്ത് ഉപയോഗിച്ചാലും അതിന് ഫലമുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കാൻ ആരുമില്ല. സഹോദര, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ നിൻ്റെ വീട്ടിലുള്ളവരെ നീ ഇറക്കണം ഈ ബെത്സൈദാ കുളത്തിലേക്ക്.
ഇരുന്നു പോയവരും കിടന്നു പോയവരും വിശ്വാസത്തിൽ ഇരുന്നു പോയവരും നടക്കാനാവാത്തവരും മുടന്തി നടക്കുന്നവരും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം. എന്നാൽ അവരെയെല്ലാം ഒന്ന് ചുവട് വെച്ച് ഈ ബെത്സയിദ കുളത്തിലേക്കൊന്ന് ഇറക്കണം, ദൈവവചനത്തിലേക്കൊന്ന് ഇറക്കണം. നീ അതിനൊന്നും ചെയ്യണ്ട. നീ അധരം തുറന്ന് ദൈവത്തിൻ്റെ വചനം, നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നീ പറയണം. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നത് എന്തോ അത് നാവിലെടുത്ത് പറയണം. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഒത്തിരി നാളായി വചനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, വചനം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, സിസ്റ്ററെ അധരം ഇങ്ങ് തുറന്ന് പോരണ്ടേ, എന്തോ വന്നിങ്ങനെ അങ്ങോട്ട് ഇറക്കുകയാണ്, ഞാൻ വചനം അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, വ്യർത്ഥവാക്കുകൾ പറയാൻ ഒരു മടിയില്ല, ആരോടും പറയാൻ ഒരു മടിയില്ല. എന്നാൽ വചനം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്കെന്തോ വേണ്ട, അവരെന്നെ വിശ്വസിക്കുമോ, അവരത് കേൾക്കുമോ, എന്നെ കളിയാക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള 100 ചിന്തകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം ഒന്ന് പറഞ്ഞു തുടങ്ങാം. വിശ്വസിക്കുന്നത് എന്തോ അത് നീ പറയണം. കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നീ വീട്ടിലേക്ക് പോവുക. എല്ലാവരുടെയും അഭയ സങ്കേതമാണ് കുടുംബം. കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരുണ്ട്, വഴിവിട്ട് നടക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചു നടക്കുവാൻ ഈ വീട്ടിലിരുന്ന് ഈ ബെത്സയിദ കുളത്തിലിറങ്ങി നീ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം, എല്ലാ ദിവസവും പ്രഭാതത്തിൽ തന്നെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മൾ പ്രഖ്യാപിക്കണം. സങ്കീർത്തനം 90:14 നമുക്ക് ഏറ്റു പറയാം. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. പ്രഭാതത്തിൽ നമ്മുടെ നാവിൽ നാം ഈ വചനം എടുത്തൊന്ന് പറയണം. എന്താണ് വചനം? സങ്കീർത്തനം 90:14 പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. സന്തോഷിക്കാതിരിക്കാനും ഉല്ലസിക്കാതിരിക്കാനും ആ വീട്ടിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കാണും. കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിടുമ്പോൾ ഫീസ് കൊടുക്കാൻ പൈസ കാണത്തില്ല. ഒരുപക്ഷെ ജപ്തി നോട്ടീസ് ബാങ്കുകാർ വന്ന് ഒട്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. ഭർത്താവ് ഒരു 5 ദിവസമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല, ഫോണും വിളിച്ചിട്ടില്ല. അപ്പോഴല്ലേ സന്തോഷിച്ചുല്ലസിക്കാൻ, അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആ അസാധ്യതകളിലേക്ക് നോക്കാതെ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരാരും അശക്തരാവുകയില്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് 1 മക്കബായരുടെ പുസ്തകം 2-ാം അധ്യായം 61-ാം വചനം പഠിപ്പിക്കുന്നുണ്ട്. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല. വലിയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിന്ന് സഹോദരങ്ങളെ, സങ്കീർത്തനം 90:14 നേരത്തെ എണീറ്റ് ഒന്ന് പ്രഖ്യാപിച്ച് നോക്കിക്കേ. കർത്താവേ, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. അസംതൃപ്തിയുടെ ഒരു 100 വാക്കുകൾ അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ശൂന്യമായി പോയ അടുക്കളയുടെ അകത്തളങ്ങൾ നോക്കി സന്തോഷിക്കാതിരിക്കാൻ, ഉല്ലസിക്കാതിരിക്കാൻ ഒരു 100 കൂട്ടം കാര്യങ്ങൾ നാവിലെടുക്കാൻ നമുക്ക് കാണും. അത് നാവിലെടുക്കാതെ കർത്താവിൻ്റെ വചനം നാവിലെടുത്ത് ആ അടുക്കളയിൽ നിന്നുകൊണ്ട് നീ ഒന്ന് പ്രഖ്യാപിച്ചേ, കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. സിസ്റ്റർ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? സത്യം എന്താണ്? സത്യം ഇതിൻ്റെ അതേ പാട്ടയ്ക്കകത്ത് ഇന്ന് പയറ് തീർന്നു പോയിരിക്കുന്നു, പഞ്ചസാരയുടെ ഭരണി കാലിയായിരിക്കുന്നു, ഇവിടെ ഉപ്പിടുന്ന പാത്രം കാലിയായിരിക്കുന്നു, ഇവിടെ റസ്ക് ഇടുന്ന പാത്രം കാലിയായിരിക്കുന്നു. കാലിപ്പാത്രങ്ങളാണ് എല്ലാം. ഏത് പാത്രം നോക്കിയാലും അരിപ്പാത്രം പോലും കാലിയായിരിക്കുക. അരിച്ചാക്ക് പോലെ ശൂന്യമായിരിക്കുന്ന വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പറയുന്നത്, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ എന്ന്? പ്രിയപ്പെട്ട സഹോദരി, ഇവിടെയാണ് നിൻ്റെ വിശ്വാസത്തിൽ നീ വാക്കുകളെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിൻ്റെ വിശ്വാസം നീ നാവിലെടുത്തിട്ട് പ്രഖ്യാപിക്കുക. കർത്താവിനറിയാം ഏത് വ്യക്തി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ വാ തുറക്കുന്നുവോ അവരുടെ ശിരസ്സിന് മുകളിൽ ദൈവം തൻ്റെ സ്വർഗം തുറക്കും. കാരണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി പറയാൻ തൻ്റെ അധരം തുറക്കുമ്പോൾ കർത്താവ് സ്വർഗം തുറന്നിരിക്കും. ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ വറ്റിപ്പോയിരിക്കുന്ന ഭരണികളെ നിറയ്ക്കുന്നത് വിശ്വാസമാണ്. നിങ്ങളുടെ തീർന്നു പോയിരിക്കുന്ന കലത്തിലെ മാവ് നിറയ്ക്കുന്നത് വിശ്വാസമാണ്.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തോ അത് പ്രഖ്യാപിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ, വിശ്വാസം മൂലം ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ മരുഭൂമിയിലൂടെ എന്ന വണ്ണം യാത്ര ചെയ്തു. ഈജിപ്തുകാർ വന്നപ്പോൾ വെള്ളം അവരെ മുക്കിക്കളഞ്ഞു. വിശ്വാസ നിമിത്തം ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം വലം വച്ചപ്പോൾ കോട്ടയുടെ വൻ മതിലുകൾ ഇടിഞ്ഞ് താഴെ വീണു. വിശ്വാസ നിമിത്തം റാഹാബ് എന്ന വേശ്യ ചാരന്മാരെ സ്വീകരിച്ചതുകൊണ്ട് അവൾ അവിശ്വാസികളോട് കൂടെ എണ്ണപ്പെട്ടതുമില്ല. ഇനിയും ഇതേക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ജഫ്ത, സാംസൺ, സോളമൻ, സാമുവൽ, ദാവീദ് എന്നിവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പറയുവാൻ ഇനി വാക്കുകൾ പോരാ. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ അവർ സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ അഗ്നിയുടെ ശക്തി കെടുത്തി. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ വാഗ്ദാനങ്ങൾ പ്രാപിച്ചു. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ നീതി ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നിയുടെ ശക്തി കെടുത്താൻ, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസത്തിൻ്റെ ശക്തിക്ക് സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിരാശയുള്ള അന്തരീക്ഷത്തെ ഒരു സൗഭാഗ്യപൂർണമായ പ്രത്യാശയുടെ അന്തരീക്ഷമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. നിൻ്റെ അധരത്തിലാണ് കർത്താവ് അഭിഷേകം തന്നിരിക്കുക. നീ നിൻ്റെ അധരം തുറന്ന് വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിക്കുക. അസാധ്യതയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം പറയുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കരങ്ങളിലെടുക്കുക. ഇത്രയും ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ വചനം മേശപ്പുറത്തിരുന്നിട്ട് അതൊന്നെടുത്ത് വായിക്കാൻ, അതൊന്ന് പഠിക്കാൻ, അതൊന്ന് പ്രഘോഷിക്കാൻ, അതൊന്ന് പറയാൻ നമുക്ക് സാധിക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ പരാതി പറഞ്ഞ് എന്തിന് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കി മാറ്റുന്നു? പ്രിയപ്പെട്ടവരെ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരന്തരീക്ഷത്തിലേക്ക് ആര് കടന്നു വന്നാലും, ആരവിടെ താമസിച്ചാലും അവർക്കെല്ലാം അവരുടെ ജീവിതം പോലും പൊല്യൂട്ടഡ് ആയിട്ട് മാറും. ആകയാൽ നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിനെ കൂടുതൽ അഭിഷേകപൂർണ്ണമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാം. ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ വചനം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഒത്തിരി ആളുകൾ പറയാറുണ്ട്, വചനം എന്ത് ചെയ്താൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ, വചനം എന്ത് ചെയ്താൽ പഠിച്ചിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ്, ഒന്ന് പഠിച്ചു പിന്നെ മറന്നു അങ്ങനെയൊക്കെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ച് വചനം പഠിക്കുക. അത് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഉച്ചത്തിൽ നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട് അത് പറയുക. നിങ്ങൾ പറ, ആരാ മറന്നു പോകുന്നതെന്ന് പറ. കർത്താവ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇംപ്രിൻ്റ് ചെയ്തിരിക്കും, നിങ്ങളുടെ മനസ്സിൽ അത് ഇംപ്രിൻ്റ് ചെയ്തിരിക്കും. ആകയാൽ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സവൻ തുറന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു 7 ദിവസത്തേക്ക് ഈ വചനം ഒരു 101 പ്രാവശ്യം വീതം ഒന്ന് ആവർത്തിച്ചേ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവരുടെ മനസ്സവൻ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലെ ബാധ തുറക്കപ്പെടട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. നെഗറ്റീവ് വാക്കുകൾ മാത്രം പറയുന്ന അധരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഗ്നി അഭിഷേകം ലഭിക്കട്ടെ. യേശു നാമത്തിൻ്റെ ശക്തി കൊണ്ട് നിറയട്ടെ. നമുക്കെല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം ആദരപൂർവ്വം ചുംബിച്ച് ഒന്ന് താഴെ വെച്ചിട്ട് നമുക്കെല്ലാവർക്കും 2 വചനം, വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. 1 പത്രോസ് 5:9. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ എതിർത്ത് നിൽക്കുക. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ എതിർത്ത് നിൽക്കുക. 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. സങ്കീർത്തനം 118:7. എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ശത്രുക്കളുടെ പതനം കാണും. എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ശത്രുക്കളുടെ പതനം കാണും. വിശ്വസിക്കുക, പറയുക. ഇന്നത്തെ ഒരു ഹോംവർക്കാണ്. ഈ വചനം പഠിക്കുന്നു, ഈ വചനം നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് വീട്ടിൽ എത്ര മുറികളുണ്ടോ അത്രയും മുറികളിൽ പോയി
നിങ്ങൾ ഈ വചനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കണം. വെറുതെ പറയുക, ആര് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് കേൾക്കാൻ സ്വർഗമുണ്ട്. ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇനി നിങ്ങളുടെ അന്തരീക്ഷത്തിൽ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തോടെയൊക്കെ നടന്ന് പറയാൻ പറ്റുന്നവരും അങ്ങനെ വിശ്വസിക്കുന്ന കാര്യം എന്താണോ അത് പ്രഖ്യാപിക്കുക. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന സത്യമാണിത്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു അനുഭവിക്കാനാവാതെ ഏതെങ്കിലും തരത്തിലുള്ള കാരാഗ്രഹ അടിമത്തത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അധരത്തിലെടുത്ത് പ്രഖ്യാപിക്കുക. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. സങ്കീർത്തനം 22-ാം അധ്യായം 3-ാം വചനം പറയുന്നുണ്ടല്ലോ, കർത്താവ് സ്തുതിയുടെ മധ്യേ ഇറങ്ങി വരുന്നവനാണ് ദൈവം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് സ്തുതിയുടെ സിംഹാസനം ഒരുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്താണ് നമുക്ക് സാധിക്കാതിരിക്കുന്നത്? ഇതാ നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ കർത്താവ് സ്വർഗം തുറന്ന് അനുഗ്രഹത്തിൻ്റെ രശ്മികൾ നമ്മുടെ കുടുംബത്തിലേക്ക് വർഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ അധരത്തിൽ മാത്രമല്ല, നമ്മുടെ തലമുറയുടെ അധരത്തിലേക്കും അത് തുറക്കപ്പെടണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു. 5 മാസം ഗർഭിണിയായ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ. അവൾ വന്നിട്ട് പറയുകയാണ്, സിസ്റ്റർ, എനിക്ക് ഒത്തിരി കണ്ണുനീർ കഥകൾ പറയാനുണ്ട്. 5 വർഷം കൂടിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുക. എന്നാൽ എൻ്റെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, കൊച്ചിന് ചില 3 തരത്തിലുള്ള അപാകതകളുണ്ട്. എന്ത് സംഭവിക്കാം, നിങ്ങൾ എന്തും സ്വീകരിക്കാൻ റെഡിയായി വേണം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് അവൾ ഏങ്ങലടികളോടെ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. സത്യം, മെഡിക്കൽ സയൻസിൻ്റെ സത്യം അതായിരിക്കാം. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് സ്കാനിങ് റിപ്പോർട്ടുമായിട്ടാണ് ആ പെൺകുട്ടി പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു, മോളെ, ഇത് സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് വിശ്വാസം കർത്താവിൻ്റെ വചനമാണ്. സത്യം ഒന്നേയുള്ളൂ. സത്യം ഒരു വ്യക്തിയാണ്, അത് ഈശോയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:6, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വചനം, ജെറമിയായോട് കർത്താവ് പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ അവരോധിച്ചു. ജെറമിയ പ്രവചനം 1:5. ജെറമിയ പറഞ്ഞു, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. ജെറമിയ പറഞ്ഞത് സത്യമാണ്. വെറും 13 വയസ്സുള്ള ജെറമിയ പറയുകയാണ്, ഞാൻ വെറും ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. അവൻ പറഞ്ഞ 2 കാര്യങ്ങളും വളരെ സത്യമാണ്. എന്നാൽ കർത്താവ്, സർവത്തിൻ്റെയും ഉടയവനായ കർത്താവ് ജെറമിയായോട് പറഞ്ഞു, ജെറമിയ, വെറും ബാലനാണെന്ന് നീ പറയരുത്. ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ പറയുന്നതെന്തും നീ സംസാരിക്കണം. ജെറമിയ പറഞ്ഞത് സത്യം. ഞാൻ കേവലം ബാലനാണപ്പാ, എനിക്ക് സംസാരിക്കാൻ പാടവമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, വെറും ബാലനാണെന്ന് നീ പറയരുത്. വെറും ബാലനാണെന്ന്, എൻ്റെ ഉദരസ്ഥ ശിശുവിന് ഇതുപോലുള്ള അവസ്ഥകളെല്ലാം ഉണ്ടെന്ന് നീ അനേകരോട് പറഞ്ഞ് നടക്കരുത്. നീ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം നീ അധരത്തിലെടുത്തിട്ട്, അതാണ് സത്യം, വചനമാണ് സത്യം, എന്നേക്കും നിലനിൽക്കുന്ന സത്യം, സനാതനമായ സത്യം, ഒന്നു മാത്രം നമ്മെ വിശുദ്ധീകരിക്കുന്ന സത്യം, നമ്മുടെ കൂടെ പാർക്കുന്ന സത്യം, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ പെൺകുട്ടിക്കൊരു വചനം പറഞ്ഞു കൊടുത്ത വചനം ഇതായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 23-ാം വചനം. നമുക്കെല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ആ വചനം ഒന്ന് പ്രഖ്യാപിക്കാം. അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല, അവർ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹിക്കപ്പെടും. എന്തു വചനമാണല്ലേ! വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. എന്തൊരു വചനമാണല്ലേ! നല്ലൊരു
അഭിഷേകം എൻ്റെ ഉള്ളിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഗർഭസ്ഥ ശിശുക്കൾക്കെല്ലാം വേണ്ടി നമുക്ക് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ കർത്താവ് തരും. ഈ വചനം ഏറ്റെടുത്ത് അധരത്തിലെടുത്ത് പ്രഖ്യാപിക്കണം. അവരോട് ഫോൺ വിളിച്ചും ഇവരോട് നിന്നെ മെസ്സേജ് അയച്ചും ആ ഡോക്ടറെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കണ്ട. നിങ്ങൾക്കൊരു പരാജയപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ഇതൊരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, വചനത്തിൽ ആശ്രയിക്കുക. വചനമാണ് സത്യം. ജെറമിയ പറഞ്ഞത് സത്യമാണെങ്കിലും കർത്താവ് അവനോട് പറഞ്ഞു, വെറും ബാലനാണെന്ന്, നിനക്ക് ഇന്ന പോരായ്മയുണ്ടെന്ന് നീ നാവിലെടുത്ത് പറയല്ലേ. ഞാൻ പറയുന്നത് എന്തും നീ സംസാരിക്കണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും. അവരുടെ ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. ഹല്ലേലൂയ. ഈ വചനം നമുക്കെടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള വചനങ്ങൾ നിങ്ങൾ തുറക്കണം. ദൈവത്തിൻ്റെ വചനം തുറക്കണം. നമ്മൾ കേട്ടതുപോലെ വിശ്വസിക്കുക, പറയുക, വിശ്വസിക്കുക, പറയുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി സ്വർഗത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആ വലിയൊരു അനുഗ്രഹ സാന്നിധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. കാരണം നമുക്ക് എവിടെ നിന്നാണ് വചനം കിട്ടിയത്? കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം 89 തിരുവചനം പറയുന്നു, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. സ്വർഗത്തിൻ്റെ വചനമാണ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹമാണ്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കുന്നതാണ്. നിത്യസനാതനമായ ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കണം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. വിശ്വസിക്കുന്നത് എന്തോ അത് പ്രഖ്യാപിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ദൈവവചനം അധരത്തിലെടുത്ത അസാധ്യതകളെ മറികടക്കുവാൻ ചെങ്കടൽ മുന്നിൽ മുന്നോട്ട്, ഗോലിയാത്ത് മുന്നിൽ മുന്നോട്ട്, തീച്ചൂള മുന്നിൽ മുന്നോട്ട്. ശദ്രാക്, മെഷാക്, അബദ്നെഗോ, നീ സേവിക്കുന്ന നിന്റെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. അതേ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. കർത്താവേ, സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന അങ്ങയുടെ സാന്നിധ്യം, അഗ്നികുണ്ഡത്തിലേക്ക് മഞ്ഞ് കണം വാരിയിട്ട അങ്ങയുടെ കരം ഞങ്ങൾക്കുമേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഉയർന്നിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ എന്നും ഉണർവുള്ളവരായി അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസറാണിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.